വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക എരിശ്ശേരിയാണ്. ഒരു ചെറിയ ചക്കയുടെ പകുതി എടുത്ത് അതിൻ്റെ ചുളകളും കുരുവും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും എരിശ്ശേരിയുടെ പരുവത്തിന് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ച ചുളയും കുരുവും ഇട്ട് കൊടുക്കാം. അതിനൊപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അരപ്പിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത്, 10 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. എരിശ്ശേരിയുടെ ടേസ്റ്റിന് പ്രധാനമാണ് തേങ്ങ വറുത്തിടുന്നത്. അതിനായി ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 5 ചെറിയ ഉള്ളി അരിഞ്ഞത്, 3 വറ്റൻമുളക് മുറിച്ചത് കൂടി ഇട്ട് ഒന്ന് ചുവന്ന് വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ കരിയാതെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ വെന്ത ചക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് എരിശ്ശേരിയുടെ പരുവത്തിന് നന്നായി ഉടച്ചെടുക്കാം. ഉടച്ചു വെച്ച ചക്കയിലേക്ക് അരപ്പിട്ട് ആ പാത്രത്തിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചക്കയുടെ പരുവത്തിന് വെള്ളം നോക്കി കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് അരപ്പൊന്ന് വെന്ത് വരുന്നവരെ ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ചക്ക സീസണാണ്, എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.